ബ്യൂട്ടി ടിപ്സ് റിവ്യൂ മലയാളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഡാർക്ക് സർക്കിൾ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഫി പൗഡർ യൂസ് ചെയ്യാറുണ്ട് എല്ലാവരും. അപ്പോൾ യൂട്യൂബിൽ തന്നെ കുറേ പേര് യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എഫക്റ്റീവ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാനിവിടെ സാദാ കാപ്പിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. നല്ല തരികളൊക്കെ ഉള്ള സാദാ കാപ്പിപ്പൊടിയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം. അപ്പോൾ ഇതിന് ഏറ്റവും ബെറ്റർ ഇതുപോലത്തെ സാദാ കാപ്പിപ്പൊടിയാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടി വെച്ചിട്ടും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അണ്ടർ ഐ ക്രീം ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഫ്രഷായ അലോവേര ജെല്ല് എടുക്കാം, അല്ലെങ്കിൽ കുക്കുംബർ ജെൽ, അതിലേതെങ്കിലും ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഈ അലോവേര ജെല്ല് 2 ടേബിൾ സ്പൂൺ അലോവേര ജെല്ലിലേക്ക് 1 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു കോഫി പൗഡർ അണ്ടർ ഐ ക്രീം എനിക്ക് കിട്ടിയിരിക്കുന്നത് സിംപ്ലി മൈ സ്റ്റൈൽ ഉണ്ണിയുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രീം നല്ല എഫക്റ്റീവാണ് എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ക്രീം ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ തേക്കില്ല. ഇതിൽ നല്ല തരികളുണ്ട്. അപ്പം നമ്മുടെ കണ്ണിൻ്റെ അടിയിലെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ തരികളോടെ വെച്ചിട്ട് നമ്മൾ കണ്ണിന് ചുറ്റും തേച്ച് കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ സ്ക്രാച്ച് വന്നാൽ കണ്ണിൻ്റെ അടിയിൽ ചെറുതായിട്ടാണെങ്കിലും മുറിവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചെറിയൊരു തുണി ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആ ക്രീം നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മൂത്തായിട്ടുള്ള ഒരു ക്രീമായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ടൈറ്റായ ഒരു കണ്ടെയ്നറിൽ ഇത് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്രിഡ്ജിലാണ് നമ്മൾ ഈ ഒരു അണ്ടർ ഐ ക്രീം സൂക്ഷിച്ച് വയ്ക്കാൻ പോകുന്നത്. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിൽ ഒഴിക്കാം. ഇനി അതിലേക്കൊരു 2 ടീസ്പൂണോളം കാപ്പിപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു കാപ്പിപ്പൊടി വെച്ചിട്ട് നമുക്ക് നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഈ കാപ്പിപ്പൊടി ഇട്ട വെള്ളം, നമ്മുടെ കട്ടൻ കാപ്പി നന്നായിട്ട് തിളച്ചു എന്ന് തോന്നുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഈ ഒരു വെള്ളം നമ്മൾ ഒരു ദിവസം രാത്രി ഫുള്ള് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. പിറ്റത്തെ ദിവസം നെക്സ്റ്റ് ഡേ നമ്മൾ ഇതിൻ്റെ തരികളെല്ലാം ഊറി താഴെ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള വെള്ളം മാത്രമാണ് നമ്മൾ ഈ ഒരു അണ്ടർ ഐ ക്രീമിന് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ അതും നന്നായിട്ട് അരിച്ച് എടുക്കുക. ഒരു പാത്രത്തിലേക്ക്, ഒരു ടൈറ്റായ ഒരു കണ്ടെയ്നറിലേക്ക് തന്നെ എടുക്കാം. ഇനി അടുത്ത് വേണ്ടത് പഞ്ഞിയാണ്. പഞ്ഞി ഇതുപോലെ കോട്ടൺ ബോൾസ് ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പഞ്ഞി ഉണ്ടെങ്കിൽ ആ പഞ്ഞി ഇതുപോലെ ബോളാക്കിയിട്ട് നമുക്കിത് ഈ ഒരു വെള്ളത്തിൽ മുക്കി വയ്ക്കാം. അപ്പോൾ ഇതൊരു 5 കോട്ടൺ ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 5 ദിവസം മാക്സിമം ഈ വെള്ളം കേട് വരാണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കോട്ടൺ ബോൾ നന്നായിട്ട് മുങ്ങിയിരിക്കുന്ന പോലെ മുക്കി വയ്ക്കുക. അപ്പം നമ്മുടെ 2 പ്രോഡക്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ കാപ്പി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന പഞ്ഞി, പിന്നെ അടുത്തത് നമ്മുടെ അണ്ടർ ഐ ക്രീമും. അപ്പോൾ ഈ 2 ഐറ്റവും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനി എൻ്റെ കണ്ണിൻ്റെ അടിയിലെ കറുപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു കറുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്രീം പരീക്ഷിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം ഈ കോട്ടൺ ബോൾ കണ്ണിലേക്ക് ഇടുന്നതിന് മുന്നേ കണ്ണൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. അതുപോലെ തന്നെ ഈ ഒരു ബോളിൽ നിറച്ച് വെള്ളം സക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ വെള്ളം മൊത്തം ഒന്നും നമുക്ക് കണ്ണിലേക്ക് വേണ്ട. അപ്പോൾ ആവശ്യമുള്ള ഒരു കുറച്ച് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം കണ്ണിലേക്ക് ഇതുപോലെ വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം ഒരു 15 മിനിറ്റാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. അത് കണ്ണിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് നമുക്ക് കിടക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ആ ഒരു കോട്ടൺ കണ്ണിൽ നിന്ന് മാറ്റിയിട്ട് കണ്ണ് നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കാം കേട്ടോ. അങ്ങനെ കണ്ണൊക്കെ നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ അണ്ടർ ഐ ക്രീമാണ് തേച്ച് കൊടുക്കാൻ പോകുന്നത്. അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം വാഷ് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത്. 1 മുതൽ ഡേ 8 വരെയുള്ള ക്ലിപ്പ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ എൻ്റെ കണ്ണിന് മാറ്റം വന്നോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്ത് പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്ന് കാണാം. എട്ട് ദിവസം അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നിയൊരു മാറ്റം ചെറിയ രീതിയിൽ, ഒരു 2% എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ആ രീതിയിൽ ചെറിയൊരു രീതിയിൽ മാത്രം കണ്ണിൻ്റെ അടിയിൽ ആ ഒരു ഡാർക്ക് സർക്കിൾ കുറഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇവർ കാണിക്കുന്ന പോലെ ഇങ്ങനെയൊന്നും കുറഞ്ഞിട്ടുണ്ടായില്ല.
കോഫി പൗഡർ ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് സർക്കിളൊക്കെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്കത് ഏറ്റില്ല. ആരെങ്കിലും കോഫി പൗഡറിൻ്റെ വെള്ളം അല്ലെങ്കിൽ ക്രീം ഒക്കെ ഉപയോഗിച്ചിട്ട് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. അപ്പോൾ കോഫി പൗഡർ എനിക്ക് ഏറ്റിട്ടില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് ഗ്രീൻ ടീയോ ഇല്ലെങ്കിൽ ചായപ്പൊടിയുടെ വെള്ളമോ ഇല്ലെങ്കിൽ പാല് വെച്ചിട്ടോ ഒക്കെ കണ്ടിട്ടുണ്ട് ടിപ്പുകൾ, കണ്ണിൻ്റെ അടിയിലെ സർക്കിൾ മാറാൻ വേണ്ടിയിട്ട്. അത് വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും ഷെയർ ചെയ്യുക, അവരെ കൊണ്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പ് ഞാൻ പരീക്ഷിച്ച് നോക്കണം, അതിൻ്റെ റിവ്യൂ വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതൊന്നും കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.